രാഹുലിനെ ഏകദേശം 3 മണിയോടുകൂടിയാണ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. രാവിലെ പാലക്കാട് നിന്ന് ഒരു 12 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി രാവിലെ 3 മണിയോടുകൂടി രാഹുലിനെ AR ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്തത് ആശുപത്രിയിലേക്ക് മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ട നടപടിയാണ്. 7:30 അതുണ്ടാകും. അതിനുശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏകദേശം കഴിഞ്ഞ 3 മാസമായി ഈ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമുക്ക് മുൻപിലുണ്ട്, കേസുകൾ നമുക്ക് മുൻപിലുണ്ട്. ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഗർഭചിത്രമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ആ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും രാഹുലിന്റെ അറസ്റ്റ് തടയുകയും ചെയ്തു. രണ്ടാമത്തെ കേസിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കുന്നു. അത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് വരുന്ന പരാതി. ആ പരാതിയിൽ ആ പെൺകുട്ടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. രാഹുലെ അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു, ശരീരത്തെമ്പാട് മുറിപ്പാടുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും പക്ഷേ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിനെ എതിർത്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അതിനെ എതിർത്തുള്ള അപ്പീൽ ഹർജി നൽകിയിട്ടുണ്ട്. അതൊക്കെ കോടതിക്ക് മുമ്പാകെയുണ്ട്. ഈ 2 കേസുകളിലും രാഹുൽ ഏറെക്കുറെ പോലീസിന് പിടി നൽകാതെ സേഫായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് മൂന്നാമത്തെ പരാതി അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തുന്നത്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇമെയിൽ വഴിയാണ് പരാതി ലഭിക്കുന്നത്. ആ പരാതിയിന്മേൽ അതീവ രഹസ്യ സ്വഭാവത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന്റെ ആ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച അടുത്ത് കഴിയുന്നു. പക്ഷേ ഇതുവരെ അത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒക്കെ ലഭ്യമാകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. രാഹുലിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കോടതിയിലായിരിക്കും SIT ഇക്കാര്യം അറിയിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ SIT വളരെ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു. അങ്ങനെ ഇന്നലെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് രാഹുൽ എവിടെയുണ്ട് എന്നറിഞ്ഞ് 2 പോലീസ് ജീപ്പിലായി ആ ഹോട്ടലിലേക്ക് എത്തി രാഹുലിന്റെ സ്റ്റാഫുകളെല്ലാം പുറത്തിറങ്ങിയ ശേഷം അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ കേസിലെ രാഹുലിന്റെ അറസ്റ്റ് രാഹുലിന് ഒരല്പമല്ല കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലം പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് കോടതിയിൽ ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷയൊക്കെ വളരെ ശക്തമായി തന്നെ എതിർക്കപ്പെടാനുള്ള സാഹചര്യവും അത് റദ്ദ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമൊക്കെ വളരെ കൂടുതലാണ്. ഇതിൽ നമ്മൾ തന്നെ ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ അനുസരിച്ച് ഈ ഭ്രൂണഹത്യം അടക്കമുള്ള കാര്യങ്ങളുടെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ആ യുവതി. കാരണം അവർക്ക് ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ മനസ്സിലായി താൻ ചതിക്കപ്പെടുകയാണ്, തന്നെ രാഹുൽ ചതിക്കുകയാണ് എന്ന ആ പശ്ചാത്തലത്തിലാണ് രാഹുലിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുകയും പിന്നീട് അതൊരു പരാതിയായി SITക്ക് നൽകുകയും കൃത്യമായി മൊഴി നൽകുകയൊക്കെ ചെയ്തത്. ഈ നേരത്തെ വന്ന 2 കേസുകളിലും SIT ഒരു ഇനിഷ്യേറ്റീവ് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എടുത്തു എന്നൊക്കെ നമുക്ക് പറയാം, പരാതിയുമായി ബന്ധപ്പെട്ട് പുതിയ പരാതിക്കാരെ കണ്ടെത്താൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ കൃത്യമായ ഒരു പരാതിയുണ്ട്, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്.